ഹലോ പ്രിയ കൂട്ടുകാരെ, ഏവർക്കും പെറ്റൽസ് എന്ന കൊച്ചു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. തെന്മല, പേരിൽ തന്നെ ഒരു മധുരമുണ്ട്. കാടുകളും മലകളും ചേർന്ന് പിറന്ന ഈ ഭൂമി പ്രകൃതിയുടെ ശാന്തതയും സൗന്ദര്യത്തെയും ഒരുപോലെ നിറച്ച ഇടമാണ്. പുഴയുടെ മൃദുലമായ ശബ്ദം, കാറ്റിന്റെ തണുപ്പ്, പച്ചപ്പിൻ മണം, ഇതെല്ലാം ചേർന്നതാണ് തെന്മലയുടെ ആകർഷണം. ഇന്ന് നമ്മൾ ഒരുമിച്ച് നോക്കുന്നത് ഈ മനോഹരമായ തെന്മലയുടെ യാത്രയാണ്. ഇവിടെ പ്രത്യേകമായി കാണാനുള്ള ഒന്നുമില്ലെങ്കിലും ഓരോ നിമിഷവും പ്രകൃതിയുടെ സൗന്ദര്യം നിറയുന്ന കഥകളാണ്. മഞ്ഞുമൂടിയ മലകളും പച്ചപ്പിൻ ചുരങ്ങളും കാടിലൂടെ ഒഴുകുന്ന ചെറുപുഴകളും എല്ലാം ചേർന്ന ഒരു അത്ഭുത അനുഭവം. പ്രകൃതിയോട് ചേർന്നൊരു ശാന്തമായ യാത്ര, അതാണ് തെന്മല. പേരിൽ തന്നെ ഒരു ശാന്തതയും പച്ചപ്പുമുണ്ട്. കൊല്ലത്തിന്റെ മലയോര പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ മനോഹരമായ ഗ്രാമം കേരളത്തിലെ ആദ്യത്തെ എക്കോ ടൂറിസം കേന്ദ്രമാണ്. പച്ചമരങ്ങൾ, ശാന്തമായ നദികൾ, മലമുകളിലൂടെ വീശുന്ന തണുത്ത കാറ്റ്, ഇവയൊക്കെ ചേർന്നതാണ് തെന്മലയുടെ സൗന്ദര്യം. തെന്മല എന്ന പേര് തന്നെ തേന്റെ മല എന്നിൽ നിന്നാണ് വരുന്നത് എന്ന് പറയപ്പെടുന്നു. പുരാതന കാലത്ത് ഇവിടെ തേൻ ശേഖരിക്കുന്നവർ കൂടുതലായതിനാൽ ആ പേര് ലഭിച്ചു. ഇന്നും കാടിനുള്ളിൽ തേൻ വണ്ടുകളുടെ ശബ്ദം കേൾക്കാം. അതിനാൽ ആ പഴയ കഥകൾക്കും ജീവനുണ്ട പോലെ തോന്നും. ഇവിടെ എത്തുമ്പോൾ ആദ്യം മനസ്സിൽ തട്ടുന്നത് പ്രകൃതിയുടെ ശാന്തതയാണ്. നഗരത്തിന്റെ തിരക്കും ശബ്ദവും പിന്നിലാക്കി ഇവിടെ എത്തുമ്പോൾ മനസ്സ് മുഴുവൻ ശാന്തമാകും. വഴിയിലൊക്കെ കാണാം വൻമരങ്ങളും കാടുകളും തോടുകളും, ഇടയ്ക്കിടെ പക്ഷികളുടെ ചിറകടിപ്പും കാറ്റിൽ പാറുന്ന ഇലകളുടെ ശബ്ദവും. കാടിന്റെ മണം നിറഞ്ഞ ആ വായു ശ്വാസമെടുക്കുമ്പോൾ തന്നെ ഒരുതരം പുതുമ തോന്നും. തെന്മല ഒരു നിശ്ചലമായ വിനോദ കേന്ദ്രമല്ല, അതൊരു അനുഭവമാണ്. ഇവിടെ പോകുന്ന ഓരോ വഴിയും, കാണുന്ന ഓരോ കാഴ്ചയും, കേൾക്കുന്ന ഓരോ ശബ്ദവും എല്ലാം തന്നെ പ്രകൃതിയുമായി ഒരു സംഭാഷണം പോലെ. പാറക്കെട്ടുകളിലൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ ശബ്ദം, മഞ്ഞുമൂടിയ മലകൾ, പുഴയുടെ നീലത്തിളക്കം, ഇതെല്ലാം ചേർന്നാണ് തെന്മലയുടെ അത്ഭുതം. തെന്മലയുടെ പ്രധാന ആകർഷണം അതിന്റെ പ്രകൃതി ദൃശ്യങ്ങളാണ്. ഇവിടെ കാടുകൾ വളരെ സമൃദ്ധമാണ്. വൻ വൃക്ഷങ്ങൾ, ചെറുപുഷ്പങ്ങൾ, അപൂർവമായ പക്ഷികൾ എല്ലാം ഇവിടെ കാണാം. ചിലപ്പോൾ വഴിയിലൊക്കെ കാണാം ചുരുങ്ങിയ പാതകളിലൂടെ പായുന്ന ചെറിയ വെള്ളച്ചാട്ടങ്ങൾ. ആ വെള്ളത്തിന്റെ തണുപ്പ് മുഖത്ത് തട്ടുമ്പോൾ യാത്രയുടെ മുഴുവൻ ക്ഷീണവും തീരും. തെന്മലയിലൂടെ ഒഴുകുന്ന കല്ലട നദിയാണ് ഇവിടെ ജീവൻ പകരുന്നത്. ഈ നദിക്ക് മുകളിൽ പണിതതാണ് പ്രശസ്തമായ തെന്മല ഡാം. ആ ഡാമിന് ചുറ്റും കാടുകളും മലകളും ചേർന്ന് മനോഹരമായ കാഴ്ച ഒരുക്കിയിരിക്കുന്നു. ഡാമിന്റെ കരയിൽ നിന്ന് വെള്ളത്തിന്റെ നീലനിറം കാണുമ്പോൾ മനസ്സൊരു നിമിഷം നിശ്ചലമാകും. ഇവിടത്തെ വായുവിലും ഒരു തണുപ്പുണ്ട്. രാവിലെ മഞ്ഞു നിറഞ്ഞ കാടുകളിലൂടെ സൂര്യന്റെ രശ്മികൾ തുളച്ചു കടക്കുന്നത് കാണുമ്പോൾ അതൊരു സ്വപ്നം പോലെ തോന്നും. തെന്മലയുടെ കാലാവസ്ഥ ആ വർഷം മുഴുവൻ സുഖപ്രദമാണ്. വേനൽക്കാലത്തും അത്ര ചൂടില്ല. മഴക്കാലത്ത് മഞ്ഞും കാടിന്റെ മണവുമാണ് ഇവിടെ മുഖ്യഭാഗവും. തെന്മലയിൽ മനുഷ്യന്റെ ഇടപെടൽ വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഈ പ്രദേശം അതിന്റെ സ്വാഭാവിക സൗന്ദര്യം നിലനിർത്തുന്നത്. കാടിനുള്ളിലൂടെ നടക്കുമ്പോൾ ചെറുപ്രാണികളുടെ ശബ്ദം കേൾക്കാം. അത് തന്നെ ഇവിടെ ഒരു സംഗീതമാകും. ചെറുപക്ഷികൾ പറന്നു പോകുമ്പോൾ അവരുടെ നിറങ്ങൾ ആകാശത്തിൽ പെയിന്റ് ചെയ്തതുപോലെ തിളങ്ങും. യാത്രയിൽ കാണാം നാട്ടുകാർ ചെയ്യുന്ന ചെറിയ കച്ചവടങ്ങൾ, കാടിൽ നിന്ന് ശേഖരിച്ച തേൻ, മുള കൊണ്ടുള്ള വസ്തുക്കൾ, കൈവിന്യാസങ്ങൾ തുടങ്ങിയവ.
അവരെ കാണുമ്പോൾ ഇവിടത്തെ ജീവിതം പ്രകൃതിയോടൊപ്പം എത്ര അടുക്കിയതാണെന്ന് മനസ്സിലാക്കാം. അവരുടെ മുഖത്തെ ചിരി തന്നെ തെന്മലയുടെ സ്നേഹത്തിന്റെ പ്രതീകമാണ്. തെന്മലയിലെ വഴികൾ വളവുകളും കയറ്റങ്ങളും നിറഞ്ഞതായിരിക്കും. പക്ഷേ ഓരോ വളവിലും ഒരു പുതിയ കാഴ്ച തന്നെ കാത്തിരിക്കും. ചിലപ്പോൾ താഴെ കാണാം പുഴ ഒഴുകുന്നത്, അകലെയായി മലകൾ മൂടിയ മഞ്ഞ്, ചിലപ്പോൾ പച്ചപ്പിനിടയിൽ ഒരു ചെറു വീടും, എല്ലാം ചേർന്നൊരു മനോഹരമായ പടച്ചിത്രം പോലെ. ഇവിടുത്തെ സായാഹ്നം അമൂല്യമാണ്. സൂര്യൻ മലമുകളിലൂടെ തഴുകുമ്പോൾ ആകാശം ഓറഞ്ച് നിറത്തിൽ മൂടും. കാടിന്മേൽ ആ വെളിച്ചം വീഴുമ്പോൾ പച്ച നിറം പൊൻനിറമാകും. ആ കാഴ്ച കാണുമ്പോൾ വാക്കുകൾ വേണ്ട, മനസ്സ് മാത്രമേ അത് അനുഭവിക്കൂ. രാത്രിയാകുമ്പോൾ തെന്മല പൂർണ്ണമായും ശാന്തമാകും. കാറ്റിൽ ഇലകൾ ചലിക്കുന്ന ശബ്ദം, തുമ്പികളുടെ വിളി, അകലെയായി കേൾക്കുന്ന വെള്ളത്തിന്റെ ശബ്ദം, എല്ലാം ചേർന്നൊരു സ്വാഭാവിക ലാളനം പോലെ. ആ സമയത്ത് ആകാശത്ത് തെളിഞ്ഞു നിൽക്കുന്ന നക്ഷത്രങ്ങൾ കാണുമ്പോൾ ജീവിതത്തിന്റെ സൗന്ദര്യം എത്ര വലുതാണെന്ന് തോന്നും. തെന്മല എക്കോ ടൂറിസം എന്നത് വെറും വിനോദയാത്രയല്ല, അത് പ്രകൃതിയോടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്ന ഒരു അനുഭവമാണ്. ഇവിടെ എത്തിയാൽ മനസ്സ് ശാന്തമാകുന്നു, ചിന്തകൾ ശുദ്ധമാകുന്നു, ജീവിതം കൂടുതൽ സത്യസന്ധമാകുന്നു. അത്രമേൽ തെന്മലയിൽ ഒരു ആകർഷണമുണ്ട്. അതിനെ വാക്കുകളിൽ പെടുത്താനേ പ്രയാസമാണ്. അത് അനുഭവിക്കേണ്ടതാണ്. കാടിന്റെ മണമുള്ള വായുവിൽ നടക്കുമ്പോൾ, കാറ്റ് മുഖത്ത് തട്ടുമ്പോൾ, പുഴയുടെ ശബ്ദം ചെവിയിൽ നിറയുമ്പോൾ ജീവിതത്തിന്റെ ലാളിത്യം നമ്മെ ഓർമ്മപ്പെടുത്തും. തെന്മല പറയുന്നത് ഒരു പാഠമാണ്. പ്രകൃതിയെ സംരക്ഷിക്കുക, അതിനോടൊപ്പം ജീവിക്കുക. പ്രകൃതിയുമായി സൗഹൃദം പുലർത്തുമ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥ ശാന്തത ലഭിക്കൂ. അതിനാലാണ് തെന്മല യാത്രയുടെ അവസാനത്തിലും മനസ്സിൽ നിലനിൽക്കുന്നത്. യാത്ര കഴിഞ്ഞ് മടങ്ങുമ്പോൾ മനസ്സിൽ ഒരു നിറവുണ്ട്. പച്ചപ്പിന്റെ ഓർമ്മകൾ, കാടിന്റെ ശബ്ദങ്ങൾ, ആ തണുത്ത കാറ്റിന്റെ സ്പർശം, ഇതെല്ലാം ചേർന്ന് തെന്മലയെ മറക്കാനാവാത്തതാക്കും. ഓരോരുത്തരും ഒരിക്കലെങ്കിലും ഈ പച്ചമലയിലേക്കൊരു യാത്ര തീർച്ചയായും നടത്തണം. കാരണം തെന്മല കാണേണ്ട സ്ഥലമല്ല, അത് അനുഭവിക്കേണ്ട അനുഭവമാണ്.